നിരവധി ശില്പങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. വിവിധ വലിപ്പത്തിൽ ഭാവത്തിലുള്ള ബുദ്ധപ്രതിമകളെല്ലാം നമുക്ക് കാണാനുണ്ട്. ശില്പത്തിന്റെ പേരും അത് തയ്യാറാക്കിയ കാലഘട്ടവും ഒക്കെ നമുക്ക് ഇതിന്റെ അടിയിലായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. രാജാക്കന്മാർ ആയുധം ശേഖരിച്ചിരുന്ന ആർസനൽ ടവറിലേക്കാണ് പിന്നെ കയറിയത്. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ തിമിംഗലത്തിന്റെ മുഴുവനായിട്ടുള്ള അസ്ഥികൂടം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ദർബാർ ഹാളിലേക്കാണ് നമ്മൾ കയറി പോണത്. പണ്ട് രാജ്യസഭ കൂടിയിരുന്ന സ്ഥലമാണ് കേട്ടത്. 400 വർഷം പഴക്കമുള്ള ശില്പങ്ങൾ, വെങ്കല പ്രതിമകൾ, പെയിന്റിങ്സ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഹാളിന്റെ മുകളിലായി കാണുന്ന ശില്പവൈവിധ്യം ശരിക്കും നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ബൃഹദീശ്വര ടെമ്പിളിന് 1.5 കിലോമീറ്റർ അകലെയായി മാത്രം സ്ഥിതി ചെയ്യുന്ന ഈ പാലസ് തഞ്ചാവൂർ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണ്. വിശാലമായ ദർബാർ ഹാളിന്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. തമിഴ് മറാത്ത പൈതൃകങ്ങളുടെ അവശേഷിപ്പുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ശില്പഭംഗി കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇവിടെ ധൈര്യമായിട്ട് വരാം. അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളായി കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.